നമുക്കെതിരെ, പ്രത്യേകിച്ച് എനിക്കെതിരെ ചില കോൺഗ്രസിലെ ചില നേതാക്കൾ പറഞ്ഞത് നിങ്ങളെപ്പോഴും പ്രതിപക്ഷത്തെക്കുറിച്ചാണ് വിമർശനം ഉന്നയിക്കുന്നത്. പ്രശ്നം അതാണെന്നേ. ഒരു വിഷയത്തെ നിങ്ങൾ സമീപിക്കുന്ന രീതി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം എന്നൊരു പ്രഖ്യാപനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷം പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാനിത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ജിമ്മി, 4 മാസങ്ങൾക്ക് മുമ്പ് പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാർ പുറത്തിറക്കുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 79% ആളുകളെ ദാരിദ്ര്യമുക്തമാക്കി, ഇനി 21% ബാക്കിയുള്ളൂ. അന്ന് വിമർശനം ഉന്നയിക്കാത്ത പ്രതിപക്ഷം എവിടെയായിരുന്നു? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏതു പ്രധാനപ്പെട്ട ആരോപണത്തിലാണ് ഒരു കഴമ്പുള്ളതായി തോന്നിയിരിക്കുന്നത്? നമുക്ക് കഴമ്പുള്ളതായി തോന്നിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ വിവാദമായിരുന്നു K-ഫോണിലെ അഴിമതി. ആ അഴിമതി ഇപ്പോൾ എവിടെയാണ്? പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ അഴിമതിയായിരുന്നു AI-യിലെ അഴിമതി. എന്താ കോടതി പറഞ്ഞത്? എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്നാണ് ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷം ഉയർത്തുന്ന സബ്സ്റ്റാൻറ്റീവായ വിഷയങ്ങളെ നമ്മൾ പിന്തുണച്ചേ മതിയാവൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് 6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ? അല്ല. ഇതെന്താണ്? കഴിഞ്ഞ 4.5 വർഷമായി ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കാണാതെ പോകുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഒപ്പം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഈ സർക്കാർ കൊണ്ടുവന്നു. അധികം പേര് ആരും അറിഞ്ഞില്ല, അധികം പബ്ലിസിറ്റിയും കിട്ടിയിട്ടില്ല. എന്താ ഒപ്പം പദ്ധതി? നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് ബോർഡ് കാണുന്നുണ്ട്. എന്താ ഒപ്പം പദ്ധതി? ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ നോക്കൂ, അവരെ സമീപിച്ചിട്ട് ഈ റേഷൻ വാങ്ങാൻ പറ്റാത്ത ആളുകളെ അവരിലേക്ക് ഇത് കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. 137 മൊബൈൽ റേഷൻ ഷോപ്പുകൾ വിവിധ ആദിവാസി ഊരുകളിലേക്ക് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിശബ്ദമായ താഴെത്തട്ടിൽ നടക്കുന്ന ചലനങ്ങളെ നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് സർക്കാർ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ച് പറയാൻ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ അവസാനമുണ്ടായ ചില സംഘർഷങ്ങൾ അതിൻ്റെ ആംഗിൾ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങൾക്ക് എത്ര കാലം ആയുസ്സുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.